എറണാകുളം മലയിടംതുരുത്ത് കുടിയൊഴിപ്പിക്കലിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കണമെന്ന് ഹൈക്കോടതി. കോടതി വിധി സർക്കാർ അനുസരിക്കണം, അല്ലാതെ മറ്റു മാർഗമില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു. കുടിയൊഴിപ്പിക്കൽ നടപടികൾക്ക് സർക്കാരിന് 2 ആഴ്ചത്തെ സാവകാശം അനുവദിച്ചു. എന്നാൽ പിറന്ന മണ്ണിൽ സമരം തുടരുമെന്ന നിലപാടിലാണ് സമരക്കാർ. കോടതി ഉത്തരവ് നടപ്പാക്കിയാലും മലയിടംതുരുത്തിലെ കുടുംബങ്ങൾ വഴിയാധാരമാകില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. സ്ഥലവും വീടും കൊടുത്ത് പുനരധിവസിപ്പിക്കുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഞങ്ങളുടെ തീരുമാനം എന്താണെന്നറിയോ? കോടതി ഉത്തരവ് നടപ്പാക്കിയാൽ ആ 8 കുടുംബങ്ങൾ വഴിയാധാരമാകില്ല. അതാണ് തീരുമാനം. അതിലവരോട് ഞങ്ങളൊരു പ്രപ്പോസൽ വെച്ചു. അവർക്ക് കോടതി ഉത്തരവല്ലേ നടപ്പാക്കിയാൽ നിങ്ങൾക്ക് പകരം സ്ഥലവും പകരം വീടും തന്ന് അവരെ ഞങ്ങൾ പുനരധിവസിപ്പിക്കും. അവരെ തെരുവിലേക്ക് വിടില്ല. സൈഫുനിസ അലിയാർ നൽകും വിശദാംശങ്ങൾ. സൈഫുനിസ, ഒരു ഭാഗത്ത് കോടതി വിധി നടപ്പാക്കണമെന്ന് സർക്കാരിനോട് കോടതി പറയുകയാണ്, അല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് പറയുമ്പോൾ മറുവശത്ത് അങ്ങനെ കുടിയൊഴിപ്പിക്കേണ്ടി വന്നാൽ, പിറന്ന മണ്ണിൽ നിന്ന് ആളുകൾ പോകേണ്ടി വന്നാൽ അവർക്ക് പുനരധിവാസം ഉറപ്പാക്കും, അവരെ വഴിയാധാരമാക്കില്ല എന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് മറുവശത്തുണ്ട്. എങ്ങനെയാണ് സാഹചര്യം? ഈ മലയിടംതുരുത്ത് നിവാസികളെ സംബന്ധിച്ചിടത്തോളം പുനരധിവാസം എന്ന് പറയുന്ന കാര്യത്തിനോട് ഒരു രീതിയിലും അവർ യോജിക്കുന്നില്ല. ഈ 8 കുടുംബങ്ങളുണ്ട്. ഈ 8 കുടുംബങ്ങൾ 2 ഏക്കർ 65 സെന്റ് സ്ഥലത്താണ് താമസിക്കുന്നത്. ഈ സ്ഥലം റീസർവ് ചെയ്യണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. ഒന്നിവർ ഈ സ്ഥലത്ത് നിന്ന് ഇറങ്ങില്ല എന്ന് പറയുന്നു, മറ്റൊന്ന് ഈ സ്ഥലം റീസർവ് ചെയ്യണമെന്ന് പറയുന്നു. കാരണം പണ്ട് സർക്കാരിൻ്റെ ഭാഗത്തായിരുന്ന 19 ഏക്കർ പുറമ്പോക്ക് ഭൂമി ഈ സ്ഥലങ്ങൾ മുഴുവനുണ്ട്. അതിൽ പെടുന്നതാണ് ഈ താമസിക്കുന്ന സ്ഥലവും എന്നാണ് ഇവർ ആരോപിക്കുന്നത്. ഈ സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായി ഈ കോടതി വിധി വന്നത് തന്നെ വ്യാജരേഖ കാണിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു വിധി കൂടിയാണ് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങില്ല എന്നുള്ളതാണ് അവരുടെ ഒരു നിലപാട് എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം റീസർവേ വേണം എന്നുള്ളതുമാണ്. പക്ഷേ ഇപ്പോൾ സർക്കാർ പറയുന്നത്, ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കം പറയുന്നത് പുനരധിവാസത്തിന് സ്ഥലവും വീടും നൽകും എന്നുള്ളതാണ്. ഇന്ന് ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി വിധിയുടെ നിർദ്ദേശം നടപ്പാക്കാനേ നിവൃത്തിയുള്ളൂ എന്നാണ് പറഞ്ഞത്. നേരത്തെ സിംഗിൾ ബെഞ്ചായിരുന്നു ഹൈക്കോടതി, സിംഗിൾ ബെഞ്ചാണ് ഇവർക്ക് എതിരായി വിധി വന്നത്. അതിനുശേഷം ഇവരുടെ അഭിഭാഷകൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നതിന് പകരം നേരെ സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതി ഈ ഹർജി തള്ളുകയുമായിരുന്നു ചെയ്തത്. അങ്ങനെ ഹൈക്കോടതി വിധി ശരിവെക്കുകയും ചെയ്തു. ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി പോലെയാണ് ഇത് വന്നിരിക്കുന്നത്. അതായത് സുപ്രീം കോടതിയുടെ വിധിയാണ്, അതുകൊണ്ട് ഇത് നടപ്പാക്കിയേ പറ്റൂ എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിലപാട്. അതിന് 2 ആഴ്ചത്തെ സാവകാശമാണ് സർക്കാർ തേടിയിരിക്കുന്നത്. ആ 2 ആഴ്ച നൽകാൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 2 ആഴ്ചത്തേക്ക് അവിടേക്ക് അഭിഭാഷക കമ്മീഷൻ വന്ന് അവരെ കുടിയൊഴിപ്പിക്കുന്ന രീതിയിലുള്ള നടപടികളിലേക്കൊന്നും പോവില്ല എന്ന ഉറപ്പ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതിലവർ ആശ്വാസത്തിലാണ്. പക്ഷേ എന്നാൽ പോലും അത് ശാശ്വതമായ ഒരു പരിഹാരമല്ല. ശാശ്വതമായ പരിഹാരം ഈ രീതിയിൽ മാത്രമേ സാധ്യമാകൂ എന്നാണ് അവർ പറയുന്നത്. ഇനി സുപ്രീം കോടതിയെ സമീപിച്ച് ആ രീതിയിൽ കേസ് നടത്തി അവർക്ക് അനുകൂലമായൊരു വിധി നേടിയെടുക്കാനാണെങ്കിൽ ആ രീതിയിലും സർക്കാർ ശ്രമിക്കണമെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും 2 ആഴ്ച കൊണ്ട് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാമെന്നാണ് അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. ആ 2 ആഴ്ച ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ് എന്നുള്ളത് നോക്കട്ടെ എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. സർക്കാർ അവർക്ക് അനുകൂലമായ നിലപാടല്ല എടുക്കുന്നതിൽ വീണ്ടും സമരരംഗത്തേക്ക് വരും. ഇപ്പോൾ 7 ദിവസമായി അവർ സമരത്തിലായിരുന്നു. കാരണം പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് അന്ന് മുതൽ സമരം തുടങ്ങിയതായിരുന്നു. പക്ഷേ ആ സമരം ഇന്ന് താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി 2 ആഴ്ചയ്ക്ക് ശേഷം സർക്കാർ നിലപാട് കൂടി അറിഞ്ഞ ശേഷം, അതുകൂടി വ്യക്തമായ ശേഷം മറ്റ് കാര്യങ്ങൾ തീരുമാനിക്കാം, ഭാവി പരിപാടികൾ തീരുമാനിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പ്രദേശവാസികളുടെ തീരുമാനം. ശരി, സൈഫുനിസ അലിയാറാണ് വിശദാംശങ്ങൾ നൽകിയത്.